ഇവരാണ് മാഡം. ആഹാ, കൊള്ളാലോ, മിടുക്കന്മാരാ. കാണാനുള്ള തടിമിടുക്ക് മാത്രമേ ഉള്ളൂ, അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഇവരിടപെടും മാഡം. ഗുഡ്. അതെ, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഒരു ദാക്ഷിണ്യവും കാണിക്കണ്ട. തൂക്കിയെടുത്ത് പുറത്തിട്ടിട്ട് കണക്കിന് കൊടുത്തോണം, അതാരായാലും. വാ ശേഖരേട്ടാ. എങ്ങോട്ടാ യാമിനി? അല്ല, ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പ് ഒരുങ്ങണ്ടേ? പിന്നെ വേണം. എങ്കിലേ നിങ്ങൾ ഒരുങ്ങിയിട്ട് റെഡി ആയിട്ട് വാ. അധികം സമയം എടുക്കരുതേ, ഗസ്റ്റുകളൊക്കെ ഇപ്പൊ എത്തും. അല്ല, ഋതിക മോളും പ്രതാപനും ക്ഷേത്രത്തിൽ നിന്ന് വരാറായില്ലേ? ഋതുമോൾക്ക് എന്തൊക്കെയോ വഴിപാടുകളുണ്ട് ചേച്ചി. അവരിത്തിരി വരാൻ ലേറ്റ് ആവും. ശരി, നിങ്ങൾ ചെല്ല്. അമ്മേ, ബൗൺസേഴ്സിനെ ഇറക്കിയത് അവർക്ക് അങ്ങോട്ട് സൂചിച്ചില്ലെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ സൂക്കൂടാ മോനെ? നമ്മളിങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഓരോ നീക്കങ്ങളിലൂടെ ഈ വിവാഹം മുടക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടയ്ക്കുമ്പോ വിവാഹം മുടക്കികൾക്ക് തീരെ സൂയിക്കില്ലല്ലോ. ഋതികയെ നീ താലി കെട്ടുന്നത് തീരെ ഇഷ്ടമില്ലാത്ത എല്ലാത്തിന്റെയും കണ്ണുകടി ഞാൻ ഇന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട്. മാറ്റിക്കൊടുക്കണോ അമ്മേ? എടാ, അവള് ആ ദിവ്യ നിന്റെ കസ്റ്റഡി തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. അടുത്ത ആളെയും തൂക്കാനുള്ള സമയായി. ഞാനതിനു വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. വേണ്ട മോനെ, നീ അത് അമ്മയ്ക്ക് വിട്ടേക്ക്. അതമ്മ നോക്കിക്കോളാം.